ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നൊന്ന് വൈകിപ്പോയി വീഡിയോ ചെയ്യാൻ. വേറെ ഒന്നുമല്ല, കുറച്ചൊന്ന് ലേറ്റായി ഉറക്കണിക്കാൻ. കാരണം ഈ തലയ്ക്ക് ഭയങ്കര പെയിനാണ് വീണ്ടും. അന്നേരം എൻ്റെ ഈ തലയുടെ ഈ പെയിൻ വരുന്ന സമയത്ത് ഇതിലെ കൂടെ ഒരു ഞരമ്പ് ഭയങ്കരമായിട്ട് നീളത്തിൽ, എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഞരമ്പ് ഇങ്ങനെ വരും. എനിക്ക് ഭയങ്കര പെയിനുണ്ട്. ഡോക്ടറെ കാണിച്ചേ പറ്റുമെന്ന് തോന്നുന്നു. കാരണം കാണിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അന്നേരം എന്താ പറയുക, നമ്മൾക്ക് ബന്ധങ്ങളെന്ന് പറയുന്നാൽ എന്താ പറയുക, ഒരു മരത്തിലെ ഇലകൾ പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ. അന്നേരം ഒരു മഴ വന്നാലോ ഒരു കാറ്റ് വന്നാലോ പൊഴിഞ്ഞ് അത് നിലത്ത് വീഴുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പല ബന്ധങ്ങളും. സീരിയസ്ലി പറയാണ് അത്. കാരണം എനിക്ക് ചുറ്റും നിൽക്കുന്നവരൊന്നും ഞാൻ ഒരിക്കലും വിഷമപ്പെടുത്താനോ ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് തെറ്റായ വാക്കുകൾ പറയാനോ ഒന്നും ഞാൻ ശ്രമിക്കാറുമില്ല, ഞാൻ നിൽക്കാറുമില്ല അതിനൊന്നും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റുമല്ലോ, ചില കാര്യങ്ങൾ. കാരണം ഞാൻ അന്ന് ആ ഗിരിജയുടെ കാര്യം പറഞ്ഞത് എനിക്ക് അവരോട് ബഹുമാനം അന്ന് തോന്നിയിട്ടാണ്. കാരണം അന്നൊരു അനാഥ മന്ദിരത്തിൽ ആ കുട്ടീനെ അവർ ദത്തെടുത്ത് അവരുടെ മകനെ കൊണ്ട് കെട്ടിച്ചപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി, ആ സ്ത്രീയോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. പിന്നെ അതെല്ലാം ഭയങ്കര മോശമായിരുന്നു എന്ന് ആൾക്കാർ കാണിക്കുകയും വീഡിയോകൾ കാണിച്ചപ്പോൾ എനിക്കതിന് ഞാൻ തിരിച്ചതിന് സോറി പറയുകയും ചെയ്ത്. പിന്നെ നമ്മുടെ രേണുവിൻ്റെ കാര്യം വെച്ചാൽ, രേണുവിനെ തന്നെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. ഒരൊറ്റയ്ക്ക് ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരൊറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയത്തുള്ളൂ. അതും പ്രത്യേകിച്ച് ഒരു കുട്ടികളുണ്ടാകുമ്പം അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയൊരു സ്ത്രീ എന്ന രീതിയിലാണ് ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് ആ കിച്ചുവിൻ്റെ വീഡിയോ കണ്ട സമയത്ത്, അത് സുചേട്ടൻ്റെ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ ആ കട്ടിനടി ഇരിക്കുന്ന കണ്ടപ്പോൾ അത് മാനസികമായിട്ട് അവർ ചെയ്ത് ശരിയെല്ലാം തോന്നിയിട്ടാണ് ഞാൻ അവർക്കെതിരെ പ്രതികരിച്ചത്, സംസാരിച്ചതൊക്കെ. അല്ലാതെ എനിക്ക് ഇവരോടൊന്നും വേറെ ഒരു വിദ്വേഷം ഉണ്ടായില്ല. ആ ഒരു സമയത്തുണ്ടായ ഒരു ഫീലിങ്സിലാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അതുപോലെ നമുക്ക് ഒരു മനുഷ്യരോട് ആ സമയത്തുണ്ടാകുന്ന ഫീലിങ്സാണ് നമ്മളെ പല വർത്തമാനങ്ങളിൽ നിന്നും പല പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പം ഞാനായാലും നിങ്ങളായാലും എനിക്കുണ്ടായ ഫീലിങ്സാണ് ആ സമയം. ഞാൻ അത്രയും ആ ഒരു വീഡിയോ ആ സ്ത്രീക്ക് രേണുവിനെതിരെ സംസാരിച്ചതല്ല. പക്ഷെ അത് ആ ഒരു വിഷമമാണ്. അതുപോലെ പല ആൾക്കാരും പലതും സംസാരിക്കുന്ന അവരുടെ വിഷമങ്ങൾ കൊണ്ടാണെന്ന് ചില ആൾക്കാരെങ്കിലും അത് മറന്നുപോകും ചില സമയത്ത്. ചിലപ്പോൾ അത് സീരിയസ്ലി അത് മനസ്സിലാക്കുന്നുണ്ട് പല കാരണങ്ങളാൽ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം വേദ തിരിച്ചു വന്നതും നിന്നതുമൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം അവളൊരു ട്രാൻസ്മെനെ കല്യാണം കഴിച്ചാൽ പോലും ഞാൻ അതിനെതിരെ നിൽക്കാത്തതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ജനറേഷനാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്യാം. നാളെ ചിലപ്പോൾ ഇത് മാറി വരാം, ചിലപ്പോൾ നാളെ ഇത് വേറൊരു പാർട്ട്ണർ തരാം. അത് ഈ ലോകം ഞാനോ നിങ്ങളോ ഒന്നും ജീവിച്ച ജീവിതകാലമല്ല ഇപ്പോഴുള്ളത്, ഉറപ്പായിട്ടും ഞാൻ പറയാം. ഒരിക്കലുമല്ല. അന്നേരം നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് മഴ പെയ്യും, വെയിൽ വരും, അതുപോലെ തണുപ്പ് വരും. അങ്ങനെ ഓരോ ക്ലൈമറ്റാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മുടെ മരങ്ങളിലും അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ വൃക്ഷങ്ങളായാലും അതിൻ്റെ ഇല പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുപോലാണ് ഇപ്പോഴത്തെ ബന്ധങ്ങളും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ മൊത്തത്തിലങ്ങ് ഒറ്റപ്പെടുത്തി അവരവരെ കാര്യം നോക്കി പോയിട്ട് അവരെ വേണ്ടാത്ത കാര്യങ്ങളും അവരെ വീട്ടിലടി വന്ന് തോന്നിയാസങ്ങൾ സംസാരിക്കുക, മെസ്സേജ് ഇടുക, അതൊക്കെ ചെയ്യും. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. ചില ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ചില ബന്ധങ്ങൾ. പിന്നെ അതുപോലെ ഞാൻ ആരുടെയും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ആരെയും യൂസ് ചെയ്തിട്ടില്ല ഒരു രീതിയിലും. കാരണം ഇപ്പം നമ്മൾ മനുഷ്യരാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും, ഷെയർ ചെയ്യും. പക്ഷെ അതെല്ലാം മനസ്സിൽ കുത്തിത്തിരികി വെച്ചിട്ട് നാളെ വേറൊരു വ്യക്തിയെ കാണുമ്പോൾ അവരോട് നമ്മളെക്കുറിച്ച് അത്രയും മോശമായി സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് പറയുക എന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ആരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുകയോ ഇല്ലെങ്കിൽ അവരുടെ കുറിച്ച് സംസാരിക്കുകയോ ഞാൻ നിൽക്കാറില്ല. പൊതുവേ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ ഈ വന്ന വഴികളോ ഇല്ലെങ്കിൽ ആരെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയോ ഒന്നും ഞാൻ ഒരു മനുഷ്യരും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ആരെയും മറന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തതും ഇന്ന നാട്ടുകാരാണ്, അവരായിരുന്നു എൻ്റെ അടുത്ത് നിന്നതും എന്നെ മനസ്സിലാക്കിയത് എല്ലാം ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ചില ബന്ധങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അറിയാം, നിങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തി പേഴ്സണലായിട്ട് നിങ്ങളെ കൂടുതൽ അറിയാം, ഇല്ലെങ്കിൽ നിങ്ങളൊപ്പം ഞാൻ നിന്ന ആൾക്കാരാണ്. പക്ഷേ ആ നിന്ന ആൾക്കാരെ അത് വെച്ചിട്ട് അവരെ ടോർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ അവരത് വെച്ചിട്ട് അവരെ പറയാമെന്ന് വെച്ചാൽ എന്ത് മോശമാണ്, എന്ത് മോശം ചിന്താഗതിയാണ്. കാരണം ഞാൻ ആരെ ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല. ഉറപ്പായിട്ടും പറയാൻ ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ചില ഒരു മനുഷ്യർക്കും എനിക്ക് ഒരു നേരത്തെ വെള്ളം മേടിച്ചു തന്ന ഒരു വ്യക്തികളെ ഞാൻ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല.
പിന്നെ ഈ 2 ലേഡീസിനെ കുറിച്ച് സംസാരിച്ചത് അത് അത്രയും ആ ഒരു രീതിയിൽ അവർ നമ്മളോട് കാണിച്ച കാപട്യം കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത്. രേണുവിനെതിരെ കുറേ ആൾക്കാർ പലതും വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഗിരിജേനെ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി. അയ്യോ, ഇങ്ങനെയാണോ മനുഷ്യർ? ഇല്ലെങ്കിൽ അവർ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, എന്നിട്ട് അവരെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു ഷോക്കായതുകൊണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തത്. കാരണം ഒരിക്കലും ആ ഒരു അനാഥാലയത്തിൻ്റെ പിന്നിൽ ഇത്ര വലിയ കാര്യം നടക്കുന്നത് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ചിരിച്ച് കാണിക്കുന്നവരാരും വിശ്വസിക്കരുതെന്ന്. അവർ പിന്നീട് നമ്മളെ കുത്തുമെന്ന്. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പാഠം ഞാൻ പഠിച്ചു. കാരണം ഞാൻ ആരെയും കുത്താൻ നിന്നിട്ടില്ല, പിന്നീന്ന് കുത്താൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ മനുഷ്യരാണ്. എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ ഓരോ മൂടി നിൽക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സ്ത്രീയല്ലേ, എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അവർക്ക് പ്രഷർ വന്നിട്ട് അവർ തിരിച്ച് സംസാരിക്കും. അതേ ഞാനും ചെയ്തോളൂ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഒരിക്കലും ഒളിച്ചു വെച്ചല്ല. എനിക്കറിയാമായിരുന്നു ഈ വീഡിയോ അവൾ കാണുമെന്ന് 100% ഉറപ്പുണ്ടായിച്ചാൽ. അവൾ എന്നെ പണ്ട് മുതൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അവൾ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്താലും അവൾക്ക് കാണാം. കാരണം അവൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഞാൻ എല്ലാം അവളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. വാട്സപ്പിൽ നിന്നെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ എല്ലാത്തിനും ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പക്ഷേ ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അവർ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇന്ന് വരെ ആ ഓപ്ഷൻ അറിയില്ല. നമുക്കത് ഒരാളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് എല്ലാവരോടും എന്നോട് പിണങ്ങിയിരിക്കുന്നത് എനിക്കറിയില്ല. പിണങ്ങിയിരുന്നോട്ടെ, ഈ പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ പിണങ്ങിയിരുന്നോട്ട്. ഞാൻ ആരെയും ഇതാക്കാൻ പോകുന്നില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് എല്ലാ മനുഷ്യരാണ്, വിഷമങ്ങളുണ്ടാവും. ഞാൻ ആരെയും താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ആരെയും ഇതാക്കി കാണിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. പിന്നെ ബന്ധങ്ങൾക്കെന്നും ഒരു വാല്യൂ കൊടുക്കുക. കാരണം അതിപ്പം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ബന്ധങ്ങൾക്കെന്നും വാല്യൂ കൊടുത്ത് തന്നെ എല്ലാവരും ഒപ്പം നിന്നിട്ടുള്ളത്, എല്ലാവരൊപ്പവും. പിന്നെ ആർക്ക് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായത് അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അത് അവർ ചിന്തിച്ച ചിന്താഗതിയുടെ കുഴപ്പമാണ് ആ വ്യക്തികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഞാൻ എല്ലാവരെയും ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാവരും എങ്ങനെയാണ് കണ്ടതെന്നും എല്ലാവരും എങ്ങനെയാണ് സ്നേഹിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അറിഞ്ഞു വെച്ചിട്ടും ആണി അടിക്കുന്നവർ ആണി അടിച്ചോട്ട്, ഒരു പ്രശ്നവുമില്ല. മനുഷ്യരല്ലേ, നമ്മളിതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യണമല്ലോ. നമുക്കൊന്നിന്നും ഒളിച്ചോടിപ്പോയി ജീവിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇനി വയ്യ. കാരണം ആ പറയാനുള്ളവർ ഇഷ്ടം പോലെ പറഞ്ഞോട്ട് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരുടെയും കാര്യങ്ങൾ പറയാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല. കാരണം എൻ്റെ ആവശ്യമില്ല. കാരണം അതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മലന്ന് കിടന്ന് എൻ്റെ മുഖത്ത് തുപ്പുന്ന മാതിരി തന്നെ ആയിരിക്കും. പിന്നെ അവർക്കതൊരു സന്തോഷം കിട്ടുന്നത് കിട്ടിക്കോട്ട്. നമ്മളെ 10 കുറ്റം പറഞ്ഞ് ഇത് നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇത് നമ്മൾ വൃത്തികെട്ടവരാണെന്ന് പറഞ്ഞ് അവർക്കതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തിക്കോട്ടെ. എനിക്കങ്ങനെ ഒരാളെ ചീത്തയാന്ന് പറഞ്ഞാൽ അവരെ 100 കുറ്റങ്ങൾ പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും അതിൽ സന്തോഷം കിട്ടത്തില്ല. എനിക്ക് വിഷമം മാത്രമേ വരുത്തുള്ളൂ. അതുകൊണ്ട് ഞാനത് ചെയ്യാറുമില്ല ഒരാളെയും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയണം ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ മോശം വാക്കുകൾ സംസാരിച്ചു എന്ന് പറയണം. പക്ഷെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ചുറ്റും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. പക്ഷെ എനിക്കത് പ്രശ്നമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ജീവിതത്തിൽ ഞാൻ കുറേ അനുഭവിച്ചതുമാണ്, കുറേ കേട്ടതുമാണ്. അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഈ 43 വയസ്സ് ഞാൻ അനുഭവിക്കാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ത്രീയല്ലേ, പലതും കേൾക്കും. അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമില്ല. പക്ഷെ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ കാര്യം ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ്, നമ്മളെ ഏറ്റവും അടുത്ത് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കതിനൊരു വിഷമമില്ല. കാരണം ഇങ്ങനെയാണ് മനുഷ്യർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുറത്തുള്ളവർ പറയുകയാണെങ്കിൽ അതവർ എന്തെങ്കിലും കൊണ്ടാ പറയുന്നതെന്ന് പറയാം. പക്ഷെ വീട്ടിനകത്തിരിക്കുന്നവർ നമ്മളെക്കുറിച്ച് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തതും വിഷമവും വരുന്നത്. എനിക്ക് അവർക്ക് അതിലെന്തെങ്കിലും സന്തോഷമോ സമാധാനമോ കിട്ടുന്നേ കിട്ടിക്കോട്ട്. നമ്മളതായിട്ട് നിർത്തുന്നില്ല, കിട്ടിക്കോട്ട്. എന്തിനാണ് ഞാൻ നിർത്തുന്നത്? ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റ് എത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മകളെ എൻ്റെ ഒപ്പം ചേർത്ത് നിർത്തി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും, ഞാനൊരു അമ്മ ആയതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഞാൻ പലതും പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല എന്ന് പറയുന്നില്ല. എൻ്റെ വീഡിയോ നോക്കി എല്ലാവർക്കും അറിയാം എൻ്റെ മകളെക്കുറിച്ച്, എൻ്റെ മകളുടെ പാർട്ട്ണറെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത്.
കാരണം ആ ട്രാൻസ്മെൻ്റ് എന്നുള്ളത് ഞാൻ പൊട്ടിച്ചതാണ്. കാരണം അത് അത്രയും പ്രഷർ എനിക്ക് തരുന്നൊരു കാര്യമാണ്. അതെൻ്റെ വായി കൊണ്ട് തന്നെ നാട്ടുകാർ അറിഞ്ഞുവിട്ടത് തന്നെ ഞാൻ ചിന്തിച്ചതാണ്. കാരണം അവളെയും അവനെയും കാണുന്ന എല്ലാ വ്യക്തികൾക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും. അത് വേറെ ആർക്കും വേണ്ട, ഞാൻ തന്നെ അത് പറയാം. അല്ല, എന്താ ഞാൻ തെറ്റ് കണ്ടത്? പിന്നെ അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളും അവൾ സംസാരിച്ചാണ് ഞാൻ അറിഞ്ഞത്. ഒരിക്കലും ഞാൻ അവരെ വീട്ടിൽ ചെന്ന് അറിഞ്ഞില്ല. അവളാണ് പറഞ്ഞത്, അവളിങ്ങനെ പറഞ്ഞു എടുത്തു എന്നൊക്കെ അവൾ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അവൾ തന്നെ പറഞ്ഞു അവനൊരു പാവമാണ്, അവനൊരു ചാൻസും കൂടെ കൊടുക്കാം. ശരി, മനുഷ്യരാണ്, ഒരു ചാൻസ് കൊടുത്തോളാം. ഞാൻ അവരെ വീട്ടിൽ പോയി ക്യാമറ വെക്കുകയാണെങ്കിൽ അവർ പറഞ്ഞത് എന്തെന്ന് എനിക്കറിയാം. എന്നോട് എൻ്റെ മകൾ പറഞ്ഞതും അവളുടെ വോയിസ് റെക്കോർഡ് കേട്ടതും ഇതാണ്. എനിക്കത് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ്. ഞാനൊരു അമ്മയെന്നുള്ളതിൽ ശരിയെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനല്ലാതെ പുറത്തുള്ള ഒരു വ്യക്തികളെ കുറ്റം പറയാൻ എടുക്കാനോ നിന്നിട്ടില്ല. അത് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ ഉണ്ട് ഒത്തിരി. പിന്നല്ലേ നാട്ടുകാരുടെ കാര്യങ്ങൾ പറയേണ്ടത്. പിന്നെ എൻ്റെ വീഡിയോ വെച്ചാൽ ഞാൻ കാണുന്നത് കേൾക്കുന്നത് കാര്യങ്ങളും ഏത് ന്യൂസായാലും ഞാൻ അത് പറയും. ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ മൂടിക്കെട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? നമുക്ക് പറയാനുള്ളത് 10 പേർക്ക് പറയാമെന്നല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പിൽ തെറ്റ് കണ്ടാൽ നമ്മൾ തെറ്റാന്ന് തന്നെ പറയുക. ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്തല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പം അവർക്ക് ഞാൻ ചെയ്ത തെറ്റായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റെന്ന് തന്നെ പറയാം. അതിൽ ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല. പിന്നെ അവരാരെ ഉപദ്രവിക്കാനോ ഞാൻ നിന്നിട്ടില്ല. ഞാൻ ആരുടെ പേരും എടുത്ത് പറഞ്ഞില്ല. ഇന്ന ആൾ ഇന്നൊന്നും പറഞ്ഞിട്ടില്ല. ബന്ധങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ ബന്ധങ്ങളും ഞാൻ ഒരുപോലെ കാണുന്ന വ്യക്തിയാണ്. അതിൽ ഇന്നാൾക്ക് കൂടുതൽ ഇന്നാൾക്ക് കുറവൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ്. ഞാൻ അങ്ങനെ കണ്ടുള്ള ആ വ്യക്തികൾക്കും അറിയാം ആരെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതെന്ന്. എൻ്റെ അവസ്ഥയും അറിയാം. അറിഞ്ഞു വെച്ചിട്ട് നമ്മളോട് പെരുമാറുന്ന പെരുമാറ്റമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എനിവേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എന്ത് ബന്ധങ്ങളായാലും ഒരു കൈ അകലത്തിനുള്ളിൽ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ആരായാലും, അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും മക്കളായാലും ഇനി ഏത് ബന്ധുക്കളായാലും നമ്മളൊരു കയ്യിൽ അകലത്തിൽ നിൽക്കാവോ, അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളത് ഓർത്ത് വിഷമിക്കേണ്ട വരത്തില്ല. തീർച്ചയായിട്ടും പറയാം. ഇനി പിന്നെ നമ്മളത് ഓർത്ത് വിഷമിക്കേണ്ട വരത്തില്ല. എല്ലാം ഒരു കയ്യിലകലത്തിൽ നിർത്തേക്കും. ഇപ്പം ഞാനായാലും നിങ്ങളായാലും വേറെ ആരായാലും, എനിക്ക് ചുറ്റുമുള്ളവരായാലും കാണുമ്പോൾ ഹായ് ബൈ പറഞ്ഞ് പോന്നോ, അതാണ് സന്തോഷം. അല്ലാതെ ഒരാളുടെ ജീവിതത്തിൻ്റെ തൊട്ട് ചെന്ന് കയറി അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഇല്ലെങ്കിൽ അവരെ നാളെ വിഷമിപ്പിച്ച് എന്തിനാണ് നിൽക്കുന്നത്? ഞാനായിട്ട് അവർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ഞാൻ അതിന് ക്ഷമ ചോദിച്ചിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർ രേഖയുണ്ട്, ഞാൻ നിങ്ങളോട് ചെയ്തത് തെറ്റാണ് എന്ന് അവർക്കത് തെളിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിച്ചേക്കുന്നു. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാരണം ഓരോ ദിവസം നമുക്ക് ഓരോ ടെൻഷനാണ്. കാരണം ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ഒരു വ്യക്തികളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ വന്ന് പറയാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് വിഷമം തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിൽ വേറെ ഒന്നും ചിന്തിക്കുകയും വേണ്ട. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നാളെ ഞാൻ ജീവിക്കുമോ നിങ്ങൾ ജീവിക്കുമോ ഒക്കെ ദൈവത്തിൻ്റെ. ആരാണ് മുമ്പേ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നടത്താൻ ഞാൻ മൂനുസിനെ തന്നെയാണ് ചെയ്തിരിക്കുക. എനിക്ക് അവൻ ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്. ആ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കൂടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വേദയോടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണാന്തര ചടങ്ങ് ഒരു മകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മകൻ തന്നെയാണ് അത് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ പ്രസവിക്കാത്തതെന്നൊന്നും ആരും തിരക്കണ്ട. ഞാൻ അവനെ മകനായിട്ട് കാണുന്നില്ല, എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ പ്രസവിക്കണമെന്നില്ല, ഞാൻ എൻ്റെ വയറ്റിയിട്ട് വളർത്തണമെന്നില്ല ഒരു മകനാക്കാൻ. അവൻ തന്നെയാണ് ആ ചടങ്ങ് ചെയ്യേണ്ടത്. ഞാൻ അവനെ കൊണ്ടേ അത് ചെയ്യിക്കുള്ളൂ. കാരണം ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനത് ക്ലിയറായിട്ട് പേപ്പറും കാര്യങ്ങളും ഞാൻ എല്ലാം ചെയ്യും. ഒന്നും കൂടെ നമുക്കത് സ്ട്രോങ് ആക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല. ഞാനത് വേദയോടും പറഞ്ഞിട്ടുണ്ട്. വേദ അതിനോട് പറഞ്ഞിട്ടുണ്ട്, മമ്മി അത് മമ്മിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്ന് കഴിഞ്ഞാൽ അത് ദൽബ്രോയെ കൊണ്ടേ ചെയ്യിക്കത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ആരാണ് മുമ്പേ പോകുന്നത് വരുന്നതും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതെല്ലാം മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് ഇത്രയാണ് കേസ് പറയാനുള്ളത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞാണ് ഞാനും വേറൊരു തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരു മരണാന്തര ചടങ്ങിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടായത്. അത് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിച്ചതും വേറൊരു വ്യക്തി എന്നോട് സംസാരിച്ചതും. അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തിരുന്നാലും എനിക്ക് അവരോട് ആരോടും ഒരു പിണക്കവും ഇല്ല, ദേഷ്യമില്ല. പക്ഷെ ഒരു കയ്യിലകലത്ത് നിൽക്കാം.
മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി എന്താ പറയുക, ബാക്കി ദൈവം വിധിക്കുന്ന പോലെ ആവട്ടെ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഇന്നത്തെ ലേറ്റ് ആകാൻ കാരണം കുറച്ച് ടെൻഷനുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ എഴുന്നേറ്റ് ലേറ്റായിപ്പോയി. പിന്നെ പുട്ടുണ്ടാക്കണമായിരുന്നു മോനുസിന് കഴിച്ചിട്ട് പോകണ്ടേ ഷോപ്പിൽ. പിന്നെ ഷോപ്പിൽ പോയി. ഇതൊക്കെ തന്നെയാണ്. പിന്നെ വേദ ഇന്നലെ തന്നെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. ചിലപ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞാൽ അറിയില്ല, വരില്ലായിരിക്കാം. അതൊക്കെ വരാത്തേക്ക് അവരുടെ ഇഷ്ടം, നമ്മളൊന്നും പറയുന്നില്ല. അവരുടെയൊക്കെ ജീവിതമാണ്. ഇവിടെ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ടെൻഷൻ വേണ്ട, എനിക്കും വേണ്ട, അവൾക്കും വേണ്ട. കാരണം അവൾക്കും ആരും ഇല്ലാത്തൊരു ഫീല് വേണ്ട. എനിക്കും അവൾ എവിടെയെങ്കിലും സന്തോഷമായിട്ട് സമാധാനം ഇരിക്കുന്നു എന്ന് കാണാമല്ലോ. അത്ര ഞാൻ ഇതിൽ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിവേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റ.